Hi. So we are going to study about read aloud and the most important section in PT. Uh, the first and foremost thing that we should understand is like what are we actually trying to do in read aloud? Most of us try to make a mistake when dealing with read aloud. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് we are very much not sure about what is being done in read aloud. And that's the main reason we get a low score. Read aloud is exactly what you would like to do. If you are reading to a computer, it is not like reading to a human. So we have to understand you are not reading to a human, you are reading to a computer. So you have to be very sharp of what you read. What is read aloud? You read a paragraph like the one that you see here. The insults, criticism was not expected. അതാണ് ആ ഒരു ഫ്രേസ്. ആ ഒരു ഫ്രേസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കേണ്ടത്. വി ആർ നോട്ട് റീഡിങ് ടു എ ഹ്യൂമൻ. നമ്മളൊരു മനുഷ്യനോടല്ല പറയേണ്ടത്, ഒരു കമ്പ്യൂട്ടറിനോടാണ് പറയുന്നത്. സോ ആ ഒരു ഫ്രേസ് കണ്ടറിയാം. This is something that we have to interact a lot. So in PT academic and core, one thing that is very mandatory that you have to be very sharp of the content part. Okay, so let us begin. Let us understand the most important part of PT core and PT academic, because this is where your base or foundation starts. മനസ്സിലാക്കണം, വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, this is where your foundation starts. There is no compromise in that. So we have to be very sure of what we speak, what we are dealing with. ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ കൃത്യമായ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശ്രദ്ധിക്കണം. Okay, let us understand this. So here we see, first we have to understand what is read aloud task. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നു. എന്താണ് റീഡ് അലൗഡ് ടാസ്ക്, എന്താണ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ശരിയും കൃത്യതയോടെ മനസ്സിലാവുള്ളൂ. പലപ്പോഴും സ്റ്റുഡൻസിന്റെ സ്കോർ കുറയാൻ കാരണം റീഡ് അലൗഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. ഈ റീഡ് അലൗഡ് സെക്ഷൻ മാർക്ക് കുറയുന്ന കാരണം they don't get a best score. അവരുടെ ഗ്രാഫ് എപ്പോഴും ഒരു 60s or 70s റേഞ്ചിലാണ്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ PT പഠിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലായ കുറേ സ്ട്രാറ്റജീസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തത് എങ്ങനെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റുക. പിന്നെ പല കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മൾ ശീലിച്ച കാര്യങ്ങൾ, അത് നമുക്ക് ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, so let us deal with that. So let us understanding the read aloud task ആണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ നോക്കുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, സോ ടാസ്ക് ഓവർവ്യൂ നിങ്ങൾ നോക്കുന്നു. ഇവിടെ ടാസ്ക് ഓവർവ്യൂല് ഇറ്റ് ഡസ് നോട്ട്, എന്തൊക്കെയാണ് ഇവിടെ ടാസ്ക് ഓവർവ്യൂല്? പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾട്ടർ ആണെന്ന് വാക്ക് എന്ന് വെക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഓൾട്ടർ എന്നാണ് വാക്ക്, ALTER. നമ്മൾ പറയുന്നതോ ആൾട്ടർ. ആൾട്ടർ. വാട്ടർ എന്നാണ് വാക്ക്, വേർഡ്, WATER. നമ്മൾ പറയുന്നു വാട്ടർ. അപ്പോൾ വിൽ ദ കമ്പ്യൂട്ടർ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? നോ. സോ യു ഹാവ് ടു ബി വെരി ഷുവർ ഓഫ് വാട്ട് യു സ്പീക്ക്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം. ഇനി മെയിൻറ്റെയിൻ ഓറൽ ഫ്ലുവൻസി. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകളുടെ ഒരു കൃത്യമായ ഫ്ലുവൻറ്റ്. വാട്ട് ഇസ് ഫ്ലുവൻറ്റ്? ഫ്ലുവൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യതയോടെ ഒരു സെന്റൻസ് പറയാൻ ശീലിക്കുന്നു. അവിടെ കൺഫ്യൂഷൻസ് ഇല്ല, മിസ്പ്രൊനൗൺസിയേഷൻസ് ഇല്ല, അവിടെ ക്ലാരിറ്റി ഉണ്ട് വാക്കുകളെ കുറിച്ച്, വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ കോൺസെപ്റ്റ് ഫ്ലുവൻസിയിലെ ബാധിക്കും. കുറെ പ്രാവശ്യം നമ്മൾ വാക്കുകൾ നിർത്തി പറയുന്നില്ല, സെന്റൻസ് കൃത്യമായ സ്ട്രക്ചേർഡ് ആണ്. ഇതൊക്കെ വരുമ്പോഴാണ് ഫ്ലുവൻസി. മനസ്സിലാക്കേണ്ടത്, നമ്മളിത് ശരിക്കും മനസ്സിലാക്കിയാലാണ് നമുക്ക് PT സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഒന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി
വരുന്ന സെക്ഷൻസിലും ഇതൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് നാച്ചുറൽ ഇൻടോണേഷൻ. പലപ്പോഴും നമ്മൾ എന്താ പറയാ, പല മൂവീസ് കണ്ട് നമ്മളൊരു ഫേക്ക് ആക്സെന്റ് കൊണ്ടുവരും. ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ പോലും മനസ്സിലാക്കി എടുക്കില്ല. നിങ്ങൾ ഗൂഗിളിൽ ടെക്സ്റ്റ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് നോക്കിയേ, ഹായ് ഹൗ ആർ യു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണ്ടേ? നമ്മുടെ ഒരു ഫേക്ക് ആക്സെന്റ് കാരണം അവിടെ വാക്കുകൾ മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരുന്നു. നോ, നെവർ ഫേക്ക് യുവർ ആക്സെന്റ്. പ്രോപ്പർ നാച്ചുറൽ ഇൻടോണേഷൻ മതി. ഇന്ന ഒരു ആക്സെന്റ് വേണമെന്ന് പോലുമില്ല. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ് ദാറ്റ് ഓൾസോ. ഓക്കെ, നൗ റിഫ്ലക്ടിങ് യുവർ പ്രൊഫഷ്യൻസി ഇൻ കൺവേയിങ് ഇൻഫർമേഷൻ ഇംഗ്ലീഷ്. നിങ്ങളുടെ പ്രൊഫഷ്യൻസി കൃത്യമായി നിങ്ങൾക്ക് അത് കാരണം കൊണ്ട് തൊട്ട് മുന്നിലിരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ റീഡ് അലൗഡ് ഇസ് ഓൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. സോ എന്തൊക്കെയാണ് ഇതൊക്കെ? ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ഇൻടോണേഷൻ ആൻഡ് പ്രൊഫഷ്യൻസി. ഇനി സ്കോറിംഗ് ക്രൈറ്റീരിയ. സ്കോറിംഗ് ക്രൈറ്റീരിയ, യുവർ പെർഫോമൻസ് ഇസ് ബേസ്ഡ് ഓൺ കോണ്ടന്റ് അക്യുറസി. നിങ്ങൾ എത്രത്തോളം ആ കോണ്ടന്റ് കൃത്യമായിട്ട് പറയുന്നു, ആ കോണ്ടന്റിൽ എന്തെങ്കിലും വാക്കുകൾ മിസ്സായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത്ര സ്കോർ കുറയും. അപ്പൊ കോണ്ടന്റിൽ കൃത്യമായ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേർഡ്സ് എത്രത്തോളം മിസ്സാവുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ കുറയും. ഇനി രണ്ടാമത്തതാണ് ഫ്ലുവൻസി. ഫ്ലുവൻസി എന്താണ്? ഫ്ലുവൻസി ഞാൻ പറഞ്ഞു, ഫേക്ക് ആക്സെന്റ്, അവോയ്ഡിങ് ഫേക്ക് ആക്സെന്റ്. കുറെ പ്രാവശ്യം പല സ്ഥലത്തും നിർത്തി പറയുന്ന ഒരു അവസ്ഥ. കുറെ മോർ ദാൻ 2 നാച്ചുറൽ പ്രോസസ് ഒക്കെ ഓക്കെ ആണ് ഒരു പാരഗ്രാഫ് പറയുമ്പോൾ. ബട്ട് പല സ്ഥലത്തും നമ്മൾ ആലോചിക്കാനും അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഉപയോഗിക്കാം, ആ ഓ എന്നൊക്കെ പറയാനും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ലൈക്ക് ഹിൻഡേഴ്സ് യുവർ ഫ്ലുവൻസി. അപ്പൊ അടുത്ത കാര്യം നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി നൗ നെക്സ്റ്റ് ഇസ് പ്രൊനൗൺസിയേഷൻ. ഞാൻ പറഞ്ഞു വാക്കുകളുടെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ. യു നീഡ് ആക്സെന്റ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ഇസ് 2 ഡിഫറെന്റ് തിങ്സ്. ആക്സെന്റ് മീൻസ് ആ ഒരു റീജിയന്റെ, സേ ഫോർ എക്സാമ്പിൾ യു ബിലോങ് ടു ഓസ്ട്രേലിയ, സോ നിങ്ങളുടെ ഒരു ഓസ്ട്രേലിയൻ ആക്സെന്റ് ആയിരിക്കും. നിങ്ങൾ യു കെ എന്നാണ് എന്ന് വെച്ചാൽ യു കെ ആക്സെന്റ് ആയിരിക്കും. അമേരിക്ക എന്നാണെങ്കിൽ അമേരിക്കൻ ആക്സെന്റ് ആയിരിക്കും. നിങ്ങൾ ഇന്ത്യ എന്നാണെങ്കിൽ ഇന്ത്യൻ ആക്സെന്റ് അക്സെപ്റ്റബിൾ. ബട്ട് വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി, ഇപ്പൊ ഉച്ചാരണത്തിന് തന്നെ പ്രൊനൗൺസിയേഷന് തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സോ ദെൻ പ്രൊനൗൺസിയേഷൻ ഇസ് ഓൾസോ വൈറ്റ്. ഓക്കെ, സോ ക്രൂഷ്യൽ പോയിന്റ്സ്. ആഡിങ്, നമ്മുടേതായ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്താൽ ശരിയാവില്ല, വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല. ആ വാക്കിന്റെ സ്ഥാനത്ത് വേറൊരു വാക്ക് പറയുന്നു, അതും ശരിയാവില്ല. പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ക്ലിക്ക് ബെയ്റ്റ്സ് ആണ് സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ക്ലിക്ക് ബെയ്റ്റ്സ് ആണ്. വീഡിയോ ചെലവാകാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതല്ല. ക്ലാരിറ്റി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ വാക്കിന്റെ സ്ഥാനത്ത് വേറൊരു വാക്ക് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വിൽ നെവർ അക്സെപ്റ്റ് ഇറ്റ്. ഹൗ ക്യാൻ ഇറ്റ് അക്സെപ്റ്റ് ഇറ്റ്? ഹൗ ക്യാൻ ഇറ്റ് അസസ് ഓൺ ദ ബേസിസ് ഓഫ് the word that you mispronounced or you added something on a basis where that was irrelevant? അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നൗ നിങ്ങൾ ലിസണേഴ്സ് റോൾ, ലിസണറിന്റെ ഒരു മനോഭാവത്തോടും കൂടി ഇരിക്കണം. എന്താ ഇവിടെ ആരാണ് ലിസണർ? കമ്പ്യൂട്ടർ ദാറ്റ് റെക്കോർഡ്സ് ആൻഡ് ഇവാലുവേറ്റ്സ് യുവർ റെസ്പോൺസ്. Speak as if you are speaking to a native English speaker. ഓക്കെ, നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കറിനോട് സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പറയേണ്ടത്. ബീപ്പ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വോയിസ് റെക്കോർഡായിരിക്കണം. അതിന് പിന്നെ നിങ്ങളൊരു കൺഫ്യൂഷൻസ് അവിടെ വെക്കരുത്, ആലോചിച്ചിരിക്കരുത്. എപ്പോൾ തുടങ്ങണം എന്ന് വേണ്ട. മൈക്രോഫോൺ എപ്പോൾ സ്റ്റാർട്ട് ആവുന്നോ അപ്പൊ തന്നെ നിങ്ങളുടെ വാക്കുകൾ, ആ സെന്റൻസ് അല്ലെങ്കിൽ ആ പാരഗ്രാഫ് വായിച്ചിരിക്കണം. Okay, I hope that is understood, right? Let's move on to the next slide. So read aloud mechanics. So you get a preparation type of 30 to 40 seconds. ഈ 30-40 സെക്കൻഡ് നമ്മൾ റീഡ് അലൗഡ് ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട്. 30-40 സെക്കൻഡ് നമ്മൾ കാണുമ്പോൾ
എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും പല ആൾക്കാരും എന്താ ചെയ്യുക, ഓ മൈക്ക് സ്റ്റാർട്ട് ആവാനുള്ള സമയമായിരിക്കും, എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. You have to understand this 30-40 minutes is reading the keywords. Keywords എന്ന് വെച്ചാൽ important words that you don't know. അപ്പൊ ആ വാക്കുകൾ അറിയില്ലെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ആ സമയത്തൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ വേർഡ്സ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, അപ്പൊ ഇത് കറക്റ്റായിട്ട് ഞാൻ ഉച്ചരിക്കണം അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യണം. രണ്ടാമത്തത് ഈ വേർഡ് ഇവിടെയാണ്, ചിലപ്പോൾ എനിക്കൊരു നാവിന് ഉടക്ക് വരാം, ടങ് ട്വിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ അവിടെയും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ 30-40 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടിയാണ് മാറ്റിത്തരുന്നത്. ഓക്കെ, ഇനി റെക്കോർഡിംഗ് ഫേസ്. റെക്കോർഡിംഗ് ഫേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്പീക്ക് മൈക്ക് ഓൺ ആയ ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ട് സ്പീക്കിംഗ് ക്ലിയർലി. ചില ആൾക്കാർക്ക് സ ഷ വരും, അതൊക്കെ എന്താ പറയാ ബോൺ പ്രോബ്ലംസ് ആണ്, അത് വലിയ വിഷയമാക്കണ്ട. നിങ്ങൾ കുറെ കോൺഷ്യസ് ആയാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുക. അപ്പോൾ സ്റ്റാർട്ട് സ്പീക്കിംഗ് ക്ലിയർലി ആൻഡ് ഓഡിബിളി. നിങ്ങൾ കമ്പ്യൂട്ടറിനോടാണ് സംസാരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിനനുസരിച്ച് ആ കമ്പ്യൂട്ടറിന് കേൾക്കത്തക്ക രീതിയിൽ അത് കൃത്യമായി വിവരിച്ച് പറയുക. ഓക്കെ, എയിം ഫോർ എ നാച്ചുറൽ ആൻഡ് സ്മൂത്ത് ഡെലിവറി. നാച്ചുറൽ ആൻഡ് സ്മൂത്ത്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഹിക്കപ്സ് ഇല്ല, ഇങ്ങനെ 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 ഒരു എന്താ പറയുക, ഒഴുക്കം ഉണ്ടാവും, ബട്ട് ബ്രേക്ക് ഇല്ല. അപ്പൊ ഐ വെന്റ് ദേർ, എന്താണ് ഇത്? സ്മൂത്ത് പ്രൊനൗൺസ് ഒരു ഡെലിവറി അല്ല, സ്മൂത്ത് വേ ഓഫ് കോൺവെർസേഷൻ അല്ല. ഐ വെന്റ് ദേർ. സോ അതൊരു കണ്ടിന്യൂറ്റി വരുന്നില്ല, പല സ്ഥലത്തും പല ബ്രേക്കുകളും വരുന്നു. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് സ്മൂത്ത്. പിന്നെ രണ്ടാമത്തതാണ് അവോയ്ഡ് ഹെസിറ്റേഷൻ. പല ആൾക്കാരും അയ്യോ ഈ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, അപ്പൊ ഞാൻ ഒന്ന് മുറുക്കി പിടിക്കാം, ഓക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ, ശരിയാവില്ല. അപ്പൊ ഹെസിറ്റേഷൻ ഒഴിവാക്കുക, റിപ്പിറ്റീഷൻ ഒഴിവാക്കുക. അയ്യോ ഈ വാക്ക് ഞാൻ കൃത്യമായി പറഞ്ഞില്ല, ഒന്നും കൂടി പറയാം. അപ്പൊ എന്താ, അവിടെ താളം തെറ്റി, ബ്രേക്ക് വന്നു, സ്മൂത്ത് ആയില്ല. അപ്പോൾ ദിസ് ക്യാൻ റെഡ്യൂസ് യുവർ ഫ്ലുവൻസി സ്കോർ. അപ്പോൾ കോണ്ടന്റ് വൈസ് നിങ്ങളുടെ സ്കോർ ചിലപ്പോൾ കുറഞ്ഞാലും ഫ്ലുവൻസി സ്കോർ കൂടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നിർത്താത്ത കാരണം. ബട്ട് അതർവൈസ് നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നൗ നെക്സ്റ്റ്, intonation and stress. Enhance the authenticity of your speech by raising your tone at the beginning of sentence and lowering at the end. പലപ്പോഴും പല സ്റ്റുഡൻസ് പല അനുഭവങ്ങൾ പറയാറുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്തവർ പറയാറുണ്ട്, സർ എൻ്റെ തൊട്ടടുത്തിരുന്നത് ഭയങ്കര ഒച്ചത്ത് സംസാരിക്കുന്ന കാരണം എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ആൾക്കാരോട് ഒന്ന് ആ ഒരു ടിപ്പ് ഞാൻ പിന്നെ പറഞ്ഞു തരാം, ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ്. ബട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഫോർ യു ഹു ആർ സ്പീക്കേഴ്സ്, അവരെ സംബന്ധിച്ച് ഈ ഉറക്കെ സംസാരിച്ചാൽ കമ്പ്യൂട്ടർ മനസ്സിലാക്കുള്ളൂ എന്ന് ഇല്ല. ഒച്ചത്തിൽ ഹോൾ മൊത്തം മുഴങ്ങണം നിങ്ങളുടെ വോയിസ് എന്ന് വെച്ചാൽ ഇല്ല. യു ആർ നോട്ട് എ ലൗഡ് സ്പീക്കർ, യു ആർ എ ഹ്യൂമൻ. നിങ്ങളൊരു മനുഷ്യനാണ്, ഒരു ലൗഡ് സ്പീക്കർ അല്ല, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. വോളിയൂം ഇങ്ങനെ കൂട്ടി കൂട്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല എന്നല്ല. ക്ലിയർലി ആൻഡ് ഓഡിബിളി. കമ്പ്യൂട്ടറിന് ഓഡിബിൾ ആയാൽ മതി. കൃത്യമായ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, കൃത്യതയോടെ സംസാരിക്കുന്നു, ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നു, ദാറ്റ് ഇസ് ഓഡിബിൾ. ദ മൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇസ് ക്യാപ്ചറിങ് ദ വോയിസ്, സോ ഓഡിബിൾ. ഈ കൃത്യമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നൗ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പല ട്രെയിനേഴ്സും തെറ്റായ രീതിയിൽ പഠിപ്പിച്ച കാരണം 4-ാമത്തെയും 10-ാമത്തെയും 13-ാമത്തെയും അറ്റംപ്റ്റിൽ എൻ്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് വരാറുണ്ട്. ഓൺലി തിങ് ഇസ് ദേ നോ എങ്ങനെ പഠിച്ചു, പക്ഷെ പഠിപ്പിക്കുന്ന രീതി തെറ്റായ കാരണം, അല്ലെങ്കിൽ അവരത് തന്നെ തെറ്റായ ഇത് ചെയ്യുമ്പോൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയും, നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, പകുതി മാത്രമേ അവിടെ അറ്റ് ദ എൻഡ്, ലൈക്ക് 10-ാമത്തെ ആളിലേക്ക് എത്തുമ്പോഴത്തേക്ക് പകുതി കാര്യങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ സംഭവിക്കുന്നത്? വൈ ദിസ് ഹാപ്പൻസ്? ബിക്കോസ് റിട്ടൻഷൻ, ഹ്യൂമൻ മൈൻഡിൽ റിട്ടൻഷൻ കുറവാണ്. അപ്പോൾ പാതി മാത്രമേ നിൽക്കുള്ളൂ. സോ
എഫക്റ്റീവ് പ്രാക്ടീസിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ചങ്കിങ് ടെക്നോളജി. ചങ്ക്സ്. എന്താണ് ചങ്ക്? ഒരു ഒരു എന്താ പറയാ, ഒരു കട്ട, അല്ലെങ്കിൽ ഒരു മാസ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അങ്ങനെയാണ് ചങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചങ്കിങ് ടെക്നോളജി എന്ന് വെച്ചാൽ കൃത്യമായ വാക്കുകളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ കൃത്യമായ വാക്കുകൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ഒരുമിച്ച് കൂട്ടി പറയുമ്പോൾ, ഡെലിവർ ചെയ്യുമ്പോഴാണ് അത് ചങ്കിങ് ടെക്നീക്ക് എന്നാ പറയാ. ആ ചങ്കിങ് ടെക്നീക്ക് വെച്ച് നിങ്ങൾക്ക് ഫ്ലുവൻസി സ്കോർ കൂട്ടാം. ഓക്കെ, ഫ്ലുവൻസി സ്കോർ കൂട്ടാം. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് ചങ്കിങ് ടെക്നിക് പഠിക്കണമെങ്കിൽ we will teach you. Call us at the number that we will give you in the description box. So മറക്കരുത്. Okay, now pausing appropriately between phrases can help convey the meaning more efficiently. വലിയ ഫ്രേസിൽ വലിയ പോസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ചങ്ക് ചെയ്ത് കൃത്യമായ ഒരു ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്ത് ഒരു വാക്ക് പറയുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഡിവൈഡ് ദ ടെക്സ്റ്റ് ഇൻ ടു മീനിങ് ചങ്ക്സ്. ഒരുമിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ എന്താ, ഒരു അർത്ഥം മനസ്സിലായി. ഡിവൈഡ് ദ ടെക്സ്റ്റ് ഇൻ ടു മീനിങ് ചങ്ക്സ്. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഡിവൈഡ് ദ ടെക്സ്റ്റ് ഇൻ ടു മീനിങ് ചങ്ക്സ്. ഒരുമിച്ച് ഒരേ അർത്ഥമുള്ള കുറച്ച് വാക്കുകൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ ചങ്കായി. ബട്ട് അപ്പൊ എന്താ, അവിടെ ഒരു പോസ് വന്നാലും മീനിങ് ഫുൾ പോസ് ആണ്, കൃത്യമായ ഒരു ഫ്ലുവൻസിനെ ബാധിക്കാത്തൊരു പോസ് ആണ്. പക്ഷെ ഡിവൈഡ് ദ ടെക്സ്റ്റ് ഇൻ ടു മീനിങ് ഫുൾ ചങ്ക് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമില്ലാത്ത ഒരു ഡിവിഷനായി മാറും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ആണ് ഇൻടോണേഷൻ പ്രാക്ടീസ്. ഇൻടോണേഷൻ പ്രാക്ടീസ് ഇത് പല ആൾക്കാരും പല മേഖലകളിൽ നിന്ന് വരുന്ന കാരണം പല സ്ട്രെസ് ഫാക്ടേഴ്സ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രെസ് ഫാക്ടേഴ്സ് മാറാതെ ദേ ആർ നോട്ട് ഏബിൾ ടു ഇന്റോണേറ്റ് പ്രോപ്പർലി. അപ്പൊ എന്താ വരുന്നത്? അപ്പൊ സ്ട്രെസ്, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഇന്റോണേഷൻ പ്രോപ്പർ വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? കീവേഡ്സ്, എന്തിലും ഒരു കീവേഡ് ഉണ്ടാവും. ഒരു നമ്മളിപ്പം പറഞ്ഞില്ലേ, ഡിവൈഡ് ദ ടെക്സ്റ്റ് ഇൻ ടു മീനിങ് ചങ്ക്സ്. അവിടെ ഡിവൈഡ് എന്ന് പറഞ്ഞ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ കുറച്ചും കൂടി കൂടുതൽ സ്ട്രെസ് കൊടുത്തു. ടെക്സ്റ്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ടെക്സ്റ്റിന് ഞാൻ ഒരിത് കൊടുത്തു. ദ ഇൻടു ഒക്കെ കമ്പൈനിങ് വേർഡ്സ് ആയ കാരണം ഞാൻ സ്ട്രെസ് കുറവ് കൊടുത്തു. അപ്പോൾ സ്ട്രെസ് ഓൺ ഇമ്പോർട്ടൻ്റ് മീനിങ് വേർഡ്സ് ആൻഡ് ലീവ് ഓർ സിഗ്നിഫിക്കൻ്റ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് വേർഡ്സ്, ചെറിയ സ്ട്രെസ് എന്ന് വെച്ചാൽ അധികം ഫോക്കസ് ചെയ്യേണ്ട. അപ്പൊ എന്താ, ഒരു ഗ്രാഫ് ഇങ്ങനെ ഒരു ഫ്ലോ പോലെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി മിറർ പ്രാക്ടീസ്. കുറെ സ്ട്രെസ് ഉള്ളവർ, കുറെ ടെൻഷൻ ഉള്ളവർ, കുറെ എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളവർ മിറർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. മിറർ പ്രാക്ടീസ് ഇസ് വെരി എഫക്റ്റീവ്. അപ്പോ ഇത് എൻ്റെ സജഷൻ ആണ്. നിങ്ങൾ ഒരു 60 days പ്രാക്ടീസ് ആണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് കുറെ സ്ട്രെസ്, കുറെ സെൽഫ് കോൺഫിഡൻസ് കുറവാണ്, ഇൻട്രോവേർട്ട് ആണ്, അങ്ങനത്തെ ആൾക്കാർ മിറർ പ്രാക്ടീസ് ചെയ്യുന്നു വളരെ ഗുണം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. സോ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് നമുക്ക് 40 seconds അപ്രോക്സിമേറ്റ് കിട്ടുന്നു. അപ്പോ സ്പെൻഡ് ദ ഇനീഷ്യൽ സെക്കൻഡ്സ് analyzing the prompt, planning the pronunciation of complex words, enhance fluency and reduce pauses. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ 40 സെക്കൻഡിനുള്ളിൽ ചെയ്യാണ്ട്. എന്താണ്? ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ ഉറക്കെ പറയുകയോ ചെയ്യാം. വലിയ ഉറക്കെയല്ല, ബട്ട് ലെജിബിളി ക്ലിയർ ടു യുവർ ഇയേഴ്സ്. ഓക്കെ. രണ്ടാമത്തത് പ്രൊനൗൺസിയേഷൻ പ്ലാൻ ചെയ്യാം. ഓ, ഇതാണ് ഞാൻ പറയേണ്ടത്, അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, കറക്റ്റായി. ഓക്കെ, നൗ കുറെ വേർഡ്സ് ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിന് ചിലപ്പോൾ നാവ് ഉടക്കാൻ സാധ്യതയുണ്ട്, ടങ് ട്വിസ്റ്റർ പോലെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എന്തായി? നമ്മുടെ ഫ്ലുവൻസിനെ ബാധിക്കില്ല. രണ്ടാമത്തത്, ഇവിടെയൊക്കെ ഞാൻ അധികം പോസ് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നു. അപ്പൊ ക്വിക്ക് അനാലിസിസ് ആൻഡ് പ്ലാനിങ്. ഇനി രണ്ടാമത്തത് പ്രാക്ടീസ്ഡ് ടൈംഡ് റീഡിങ്. എപ്പോഴും ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കൊരു ടൈമർ സെറ്റ് ഉണ്ട് അല്ലേ? ആ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു 10 സെക്കൻഡ്സോ 15 സെക്കൻഡ്സിന് നമ്മുടെ ആ ഒരു പറഞ്ഞ വാക്ക് 25 സെക്കൻഡ്സിനുള്ളിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ആ ഒരു പാസേജ്. അത് കൃത്യമായി ലെജിബിളി ക്ലിയർ ആൻഡ് വിത്ത് ക്ലാരിറ്റി ഞാൻ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് സ്റ്റുഡൻസിനോട്. അപ്പം നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 25 സെക്കൻഡ്സിനുള്ളിൽ പറയാൻ നോക്കുക. ദാറ്റ് helps you to build a better fluency. ഇനി ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ട്രെയിൻ. അപ്പോൾ ഒരു വേർഡ് കിട്ടി, അറിയാത്ത വേർഡാണ്, നമ്മൾ പല വേർഡ്സും ആയിട്ട് എന്താ പറയാ ഒരു നല്ല രീതിയിൽ എപ്പോഴും വായിച്ച് ശീലം ഉണ്ടാവണം. പലപ്പോഴും വായിച്ച് ശീലം ഇല്ലാത്തവര് റീഡ് അലൗഡ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ എന്താ പറയാ കുറെ കാര്യങ്ങൾ കയറി വരും. അയ്യോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അയ്യോ സംസാരിക്കാൻ പറ്റില്ല, ഇത് തന്നെയാ തോന്നൽ വരാൻ. നെഗറ്റീവ് ടോക്സ് ആദ്യം നിർത്തുക. നെഗറ്റീവ് ടോക്സ് നിർത്തിയിട്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുക. കുറെ വാക്കുകളായിട്ട് എൻകൗണ്ടർ ചെയ്യാം. പല വാക്കുകളെ പല സമയത്തും എൻകൗണ്ടർ ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് വെരി ഫെമിലിയർ ആൻഡ് യു ആർ ഏബിൾ ടു റീഡ് അലൗഡ് വെരി പ്രോപ്പർലി ആൻഡ് വെരി എഫിഷ്യൻ്റ്ലി. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ പ്രാക്ടീസ് ശീലിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പോൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എഫക്റ്റീവ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് 80-90 സ്കോറിലേക്ക് എത്താൻ പറ്റും, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇസ് ഡെയിലി റീഡിങ് പ്രാക്ടീസ്. പല ആൾക്കാരും പല സ്റ്റുഡൻസും എന്നെ വിളിക്കുന്നവർ 4-ാമത്തെയും 13-ാമത്തെ പ്രാവശ്യം ഒക്കെ വിളിക്കുന്നവർ എന്താണെന്ന് അറിയാം, പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തിയില്ല. ഇനി പ്രാക്ടീസ് ഇതുകൊണ്ട് എന്താ, പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്താത്ത കാരണം ഒരു ദിവസം കൊണ്ട് ഞാൻ ശീലിച്ച പല ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഞാൻ മാറ്റാൻ പറ്റില്ല. എനിക്ക് അത് മാറ്റാൻ പറ്റില്ല, അത് ഗ്യാരണ്ടീഡ് ആണ്. ദാറ്റ് നീഡ്സ് എ ഡെയിലി റൂട്ടീൻ. ഞാൻ അപ്പോൾ അത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഐ എം സ്കിൽഡ് ഇൻ ദാറ്റ്. ബട്ട് ഇഫ് ഐ എം നോട്ട് സ്കിൽഡ് ബിക്കോസ് എനിക്കത് കൃത്യമായി സ്കോറിങ് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്ന് വെച്ചാൽ ഞാനത് ശീലിക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നു, എപ്പോഴെങ്കിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നു, 5 എണ്ണം ചെയ്യുന്നു, 10 എണ്ണം ചെയ്യുന്ന പോരാ. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു 50 തൊട്ട് 100 എണ്ണമെങ്കിലും റീഡ് അലൗഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇഫ് യു വാണ്ട് എ ഗുഡ് സ്കോർ, ഇഫ് യു വാണ്ട് എ ബെസ്റ്റ് സ്കോർ, മേക്ക് ഷുവർ ദാറ്റ് 100, ആ ഒരു 100 നിന്ന് മാറരുത്. 30 ദിവസമാണ്, 100 into 30, 3000 റീഡ് അലൗഡ് ചെയ്തു. ഇനി നിങ്ങൾ ഏതൊരു എന്താ പറയാ റീഡ് അലൗഡ് ഏതൊക്കെ വേർഡും ടഫസ്റ്റ് വേർഡും നിങ്ങൾ എൻകൗണ്ടർ ചെയ്ത ഐ ഗ്യാരണ്ടി you will be able to like encounter that word very smoothly. അപ്പൊ ചെയ്യേണ്ട രീതി നമ്മൾ ചെയ്യാതെ 4-ാമത്തെ 5-ാമത്തെ അറ്റംപ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. രണ്ടാമത്തെ, റെക്കോർഡിംഗ് ആൻഡ് സെൽഫ് റിവ്യൂ. നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കണം, ഞാൻ എവിടെയാ പാളിപ്പോയത്. ഇപ്പോ ഞാൻ ആ 2-ാമത്തെ പാരഗ്രാഫ് വായിക്കുന്നു, റെക്കോർഡ് യുവർ പ്രാക്ടീസ് സെഷൻ എന്ന് പറയാം. ക്രിസ്റ്റൽ ക്ലിയർ, ഷാർപ്പ്, റെക്കോർഡ് യുവർ പ്രാക്ടീസ് സെഷൻ. ഇങ്ങനെ പറയാം, റെക്കോർഡ് യുവർ പ്രാക്ടീസ് സെഷൻ. ഇപ്പൊ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താ, അതൊന്ന് നീണ്ടുപോയി. അപ്പൊ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ വരുന്നത്? അല്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, കട്ട് ഷാർപ്പ് വേർഡ്സ് ആയിരിക്കാം റെക്കോർഡ് യുവർ പ്രാക്ടീസ് സെഷൻ. ആ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്താ, പിന്നെ വേറെ ഒന്നിനും ഒരു ഏരിയ ഇല്ല. പ്രാക്ടീസ് സെഷൻ എന്ന് പറയുമ്പോഴോ അത് മനസ്സിലാവില്ല. എന്താ പറയാ, ഒരു സാധാരണക്കാരന് സംസാരിക്കുന്ന രീതിയിൽ. സോ യു ആർ വെൽ ക്വാളിഫൈഡ് ഡിയർ. നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും വെൽ ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, അതിനെ നീട്ടുന്നു. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, നൗ ചില സ്റ്റുഡൻസിന് പിച്ച് ലോ ആയിരിക്കും, എന്ന് വെച്ചാൽ അവർ ബേസ് വോയിസിലാണ് സംസാരിക്കുക. എംപ്ലോയി സ്പീച്ച് റെക്കഗ്നിഷൻ. അപ്പൊ അങ്ങനെ ബേസ് വോയിസ് സംസാരിക്കുന്നത് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ബിക്കോസ് റീഡ് അലൗഡ് ആ ഒരു ഷാർപ്പ് വോയിസിലേക്കോ അല്ലെങ്കിൽ അപ്പർ ഓക്ടേവ് ആ ഒരു സ്കെയിലിലേക്ക് വരണമെങ്കിൽ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത്, ഇറ്റ് മേ ടേക്ക് മോർ ദാൻ 30 days,
ബട്ട് അതിന് മുന്നേ പോയി എക്സാം എഴുതരുത്, തിരക്ക് പിടിച്ച് പോയി എക്സാം എഴുതരുത്, ഒന്ന് ഷാർപ്പ് ആക്കിയിട്ട് മാത്രം പോയി എക്സാം എഴുതാം. സോ ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു. സോ വിത്ത് ഗൈഡഡ് സെഷൻസ് യു ആർ ഈസിലി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റിയോ വേണമെങ്കിൽ യു ക്യാൻ കോൾ us. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ഓവർകമ്മിങ് കോമൺ ചാലഞ്ചസ്. ഫസ്റ്റ് ഇസ് പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ്. കോംപ്ലെക്സ് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യാൻ ശീലിക്കുക. കോംപ്ലെക്സ് വേർഡ്സ്. രണ്ടാമത്തത് യൂസ് ഓൺലൈൻ ഡിക്ഷണറീസ് വിത്ത് ഓഡിയോ ഫീച്ചേഴ്സ്. അപ്പോൾ അവർ എങ്ങനെയാ പറഞ്ഞത്, ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ആ ഒരു ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയാൽ ആ ഒരു വേർഡിൻ്റെ മുകളിൽ കൊണ്ടുപോയാൽ നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വിത്ത് ദാറ്റ് ഓൾസോ യു ക്യാൻ ഡു ദാറ്റ്, ഓർ യു ഹാവ് ഓൺലൈൻ ഡിക്ഷണറീസ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോകാം. ഓക്കെ, യൂസ് ഓൺലൈൻ ഡിക്ഷണറി വിത്ത് ഓഡിയോ ഫീച്ചേഴ്സ് ടു ലേൺ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. പിന്നെ അടുത്തത് മോണോട്ടോൺ ഡെലിവറി. വർക്കിംഗ് ഓൺ വേരിങ് യുവർ പിച്ച് ആൻഡ് ടോൺ. റീഡ് അലൗഡ് വിത്ത് എക്സ്പ്രഷൻ ടു അവോയ്ഡ് സൗണ്ടിങ് മോണോട്ടോണസ്. ഭയങ്കര എന്താ പറയുക, മോണോട്ടോണസ്, ഒരേ ടോണിൽ സംസാരിക്കുന്ന, ഫ്ലാറ്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല, കുറച്ച് വേർഡ്സ് സ്ട്രെസ് ചെയ്ത്. പല ആൾക്കാരും ഇപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റ് തന്നെ വായിക്കണമെങ്കിൽ വർക്ക് ഓൺ വേരിങ് യുവർ പിച്ച് ആൻഡ് ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വരണം. നിങ്ങൾ ഒരു 10 റീഡ് അലൗഡ് ചെയ്ത് കഴിയുമ്പോൾ പറയും, സാറേ എൻ്റെ തൊണ്ട വേദന എടുക്കുന്നു, എൻ്റെ തൊണ്ട അടഞ്ഞു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബിക്കോസ് നിങ്ങളൊരു മോണോട്ടോണസ് ആണ്. അതല്ല വേണ്ടത്. വർക്ക് ഓൺ വേരിങ് യുവർ പിച്ച് ആൻഡ് ടോൺ. എന്തായി? വർക്ക് ഓൺ വേരിങ് യുവർ പിച്ച് ആൻഡ് ടോൺ. ക്ലിയറുമായി വേർഡ്സ് സ്ട്രെസ് ചെയ്യേണ്ടത് സ്ഥലത്തും സ്ട്രെസ്സും ചെയ്തു. യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ബെസ്റ്റ് സ്കോർ. ഓക്കെ, പിന്നെ അധികം ഇമോഷൻസ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സീരിയൽ നടിയോ നടന്മാരോ അല്ല, നിങ്ങൾ സിനിമ സ്റ്റാറോ ഒന്നുമല്ല. ആണെങ്കിൽ നല്ലത്, ബട്ട് അവിടെ ഇടുന്ന എക്സ്പ്രഷൻ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ടത് യു ആർ ടോക്കിംഗ് ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സ്പീഡ് കൺട്രോൾ. ഭയങ്കരമായിട്ട് ഫാസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കോർ കിട്ടും, സ്കോർ ഫ്ലുവൻസിയിൽ കിട്ടും, ബട്ട് റീഡിങ്ങിൽ കിട്ടില്ല. എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിന് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മനസ്സിലാവില്ല. അപ്പോൾ ഒരു ഈക്വൽ സ്പേസിങ് വേണം വേർഡ്സ് തമ്മിൽ ക്ലാരിറ്റിയിൽ വരാൻ. ഓക്കെ, മാനേജിങ് നെർവസ്നെസ്. പല ആൾക്കാരും തുടങ്ങുമ്പോൾ തന്നെ, സാറേ ഞാൻ IELTS ഇത്ര നല്ല സ്കോർ ചെയ്തു, OET ഇത്ര നല്ലോണം സ്കോർ ചെയ്തു, എനിക്ക് PT വരുമ്പോൾ എന്ത് സ്കോർ കൂടാത്ത, അയ്യോ സാറേ പറ്റുന്നില്ല, അതിനെ കൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് PT എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും പല സ്റ്റുഡൻസും എൻ്റെ അനുഭവത്തിൽ കണ്ടേക്കുന്നത്. മാനേജ് യുവർ നെർവസ്നെസ്. നിങ്ങളൊരു പുതിയ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, റീഡ് അലൗഡ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. 7 to 15 days കഴിയുമ്പോഴത്തേക്ക്, നിങ്ങൾ തീരെ ബേസിക് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 7 to 15 days വിത്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് യു ക്യാൻ ഫൈൻഡ് എ ചേഞ്ച്. അത് ഞാൻ ഇത്ര വർഷത്തെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ പ്രാക്ടീസ് വിത്ത് പർപ്പസ്. Daily practice is important. Daily practice is important. Without that, there is no escape. Okay, not just reading. Vague reading alla ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിട്ട് വായിക്കുന്ന ശീലം കൊണ്ടുവരിക. സേ ഫോർ എക്സാമ്പിൾ, ആ ഒരു വേർഡ് നിങ്ങൾ അവിടെ എഴുതിയത് കാണുന്നുണ്ടാവും. എന്താ വേർഡ്? ആ വേർഡിന്റെ ആ വേർഡാണ് ആർട്ടിക്കുലേഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് കാണുമ്പോൾ എന്താണ് ആർട്ടിക്കുലേഷൻ? എനിക്ക് വേർഡ് അറിയില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആർട്ട് ഇക് ലു ആർട്ടിക്കുലേഷൻ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഒരുമിച്ച് കൂട്ടി ആർട്ടിക്കുലേഷൻ ആക്കി. നമുക്ക് അറിയാത്ത വേർഡാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വരണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഓൺലൈൻ ഡിക്ഷണറിയോ അതിന്റെ പ്രൊനൗൺസിയേഷൻ ആസ്പെക്ട് ആ സമയത്ത് കിട്ടണം എന്നില്ല, എക്സാമിൽ കിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ആ മീനിങ്, ആർട്ട് അറിയാം, ലേഷൻ അറിയാം, ആർട്ടിക്കുലേഷൻ ആയി, കൃത്യമായിട്ട് നമുക്ക് അതിന് മീനിങ് മനസ്സിലായി. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാനേ ഉള്ളൂ. പിന്നെ യൂസ് സോഫ്റ്റ്വെയർസ്. ഗുഡ് സോഫ്റ്റ്വെയർസ് ആർ ദേ. പല സോഫ്റ്റ്വെയർസും ഉണ്ട്, അവിടെയൊക്കെ കുറെ പ്രശ്നങ്ങളുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ യൂസ് ഗുഡ് സോഫ്റ്റ്വെയർസ് ആൻഡ് എനിക്ക് ചെറിയ കാശിന് ഇത്ര സോഫ്റ്റ്വെയർ കിട്ടി, അങ്ങനെ നിങ്ങൾ കാശ് നോക്കിയിട്ട് നിങ്ങൾ 2 or 3 പ്രാവശ്യം എക്സാം എഴുതുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് യു ഗോ വിത്ത് എ ഗുഡ് ട്രെയിനിങ്. ഓക്കെ, പിന്നെ ട്രെയിൻ വിത്ത് എ ട്രെയിൻഡ് ട്രെയിനേഴ്സ്, നോട്ട് വിത്ത് ജസ്റ്റ് സ്റ്റുഡൻസ്. എൻ്റെ ഫ്രണ്ട് എക്സാം എഴുതിയിരുന്നു,
ആ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. You are going to waste your time and money. So don't do that. Okay. And hence, so go with personalized training, and that we focus on personalized training very much, because that is very important. പിന്നെ റിയൽ ടൈം എക്സാം കണ്ടീഷനിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ആ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അത് ഗുണം ചെയ്യുക. ഓക്കെ, സോ ഇൻ കേസ് you like this video, share with all the friends who are appearing for PT exam. It will be really helpful. I guarantee you that. ഇനി രണ്ടാമത്തെ കാര്യം, you may contact us in this number and get to know more about our institute and our courses. Thank you. God bless you. Thanks.